മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ആയുർവേദത്തില് ഒരു ശ്ലോകമുണ്ട്. ശരീര മനസോ യോഗ പരസ്പരമനുവ്രജേത് ആധാര ആധേയ ഭാവേന തപ്താജ്യ ഘടയോരിവ. നല്ലൊരു വരിയാണ്. ആധുനിക ശാസ്ത്രത്തില് ന്യൂ ഏജ് തെറപ്പി എന്ന് പറയുന്ന അത്യന്താധുനിക കാലഘട്ടത്തിലെ ചികിത്സാ സമ്പ്രദായം എന്ന് പറയുന്നത് ഇന്ന് NAT അഥവാ ന്യൂ ഏജ് തെറപ്പിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സുഹൃതം എന്ന സിനിമയില് MT വാസുദേവൻ നായർ എഴുതിയ കഥയില് അദ്ദേഹത്തിന്റെ സുഹൃത്ത് ആയിട്ടുള്ള ഒരു പത്രപ്രവർത്തകന്റെ ജീവിതമാണ് സിനിമയില് മമ്മൂട്ടി അഭിനയിക്കുന്നത്. ഒരു ക്യാൻസർ രോഗിയായി അഭിനയിച്ച് യഥാർത്ഥത്തില് അദ്ദേഹത്തിന്റെ സുഹൃത്തിന് സംഭവിച്ചതുപോലെ, MT വാസുദേവൻ നായർ സാറിന്റെ സുഹൃത്തിന് സംഭവിച്ചതുപോലെ ആ ക്യാൻസർ ഭേദമായത് കുറേയധികം മന്ത്രങ്ങള്, സൂര്യ നമസ്കാരം, യോഗ, ആയുർവേദ ചികിത്സ പ്ലസ് മോഡേൺ ട്രീറ്റ്മെന്റ്, ഇപ്പൊ രണ്ടും ചേർന്നിട്ടുണ്ട്. മോഡേൺ ട്രീറ്റ്മെന്റിനെ നിരാകരിക്കുകയോ പൈതൃക ട്രീറ്റ്മെന്റിനെ നിരാകരിക്കുകയോ ചെയ്യാതെ രണ്ടും കൂടി ചേർന്നിട്ടാണ്. ഇത് ഇഫക്റ്റീവ് ആവാൻ കാരണം എന്താ അറിയോ? ഇപ്പൊ ഞാൻ പറഞ്ഞ ആയുർവേദത്തിലെ ഒരു ശ്ലോകമാണ്. ശരീരവും മനസ്സും പരസ്പരം പൂരകമായിട്ട് നിലനിൽക്കുന്നു. ശരീര മനസ്സോ യോഗ പരസ്പരം അനുവ്രജേത്. They exist complementary to each other. ആധാര ആധേയ ഭാവേന. ശരീരം ആധാരവും മനസ്സ് അതിൽ നിലനിൽക്കുന്ന ആധേയവുമാണ്. ആധാര ആധേയ ഭാവേന തപ്താജ്യ ഘടയോരിവ. തപ്തം ചൂടാക്കിയ, ആജ്യം നെയ്യ്, ഘടം പാത്രം, ഇവ പോലെ. തപ്താജ്യ ഘടയോരിവ എന്ന എക്സാമ്പിൾ എന്തുകൊണ്ടാ പറഞ്ഞറിയോ? ചൂടുള്ള നെയ്യ് തണുത്ത പാത്രത്തിലേക്ക് ഒഴിച്ചാല് ചൂട് നെയ്യിൽ നിന്ന് പാത്രത്തിലേക്ക് പോകും. ചൂടുള്ള പാത്രത്തിലേക്ക് തണുത്ത നെയ്യ് ഒഴിച്ചാല് ചൂട് പാത്രത്തിൽ നിന്ന് നെയ്യിലേക്ക് പോകും. ഈ ഒരു ഉജ്ജ്വലമായിട്ടുള്ള സിമിലി ഉപയോഗിക്കാൻ കാരണം ശരീരത്തിൽ ഉണ്ടാകുന്ന സുഖദുഃഖങ്ങള് മനസ്സിനെയും മനസ്സിലുണ്ടാകുന്ന സുഖദുഃഖങ്ങള് ശരീരത്തെയും ബാധിക്കുന്നു. ഇപ്പൊ ശരീരത്തെ അത് ബാധിക്കുന്നു മനസ്സിലുണ്ടാവുന്നത്, മനസ്സിനെ ബാധിക്കുന്നു ശരീരത്തിലുണ്ടാവുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് വെച്ചാലേ ധന്യമായിട്ടുള്ളൊരു ജീവിതം സാധിക്കുള്ളൂ. ഇപ്പൊ ശരീരത്തിനെ മാത്രം ചികിത്സിക്കുക എന്ന സമ്പ്രദായമായിരുന്നു മോഡേൺ മെഡിസിൻ. ശരീരത്തിൽ എന്ത് രോഗമുണ്ടെങ്കിലും കുറേ കെമിക്കല് ടാബ്ലറ്റുകളായിട്ടോ ടോണിക്കായിട്ടോ ക്യാപ്സ്യൂളായിട്ടോ നിങ്ങൾക്ക് തരിക. ഇപ്പൊ ശരീരത്തിന്റെ അബ്നോർമാലിറ്റി എന്തുകൊണ്ട് ഉണ്ടായി, ആ അബ്നോർമാലിറ്റി പരിഹരിക്കാൻ പാകത്തിന് ഒരു കെമിക്കൽ അകത്തേക്ക് കൊടുത്താല് അബ്നോർമാലിറ്റി നോർമലായി മാറിക്കഴിഞ്ഞാൽ, അബ്നോർമാലിറ്റി അപ്രത്യക്ഷമായിട്ട് നോർമൽ സിസ്റ്റം വരികയാണെങ്കിൽ അസുഖം മാറും എന്നുള്ളതാണ് ആധുനിക ശാസ്ത്രം ഏതാണ്ട് ഒരു നൂറ്റാണ്ടുകാലം വിശ്വസിച്ചിരുന്നതും വിചാരിച്ചിരുന്നതും. പക്ഷേ മനസ്സിനെ വളരെയധികം ആക്റ്റീവാക്കിയാല് ശരീരത്തിലുണ്ടാവുന്ന അബ്നോർമാലിറ്റികളിൽ ഒത്തിരി അബ്നോർമാലിറ്റീസ് തന്നെത്താനെ ക്യൂർ ചെയ്യാൻ സാധിക്കും എന്ന് പിന്നീട് 1940കളിൽ മനസ്സിലാക്കിയപ്പോ മനസ്സിന്റെ പ്രാധാന്യം കൂടി വന്നു. ഇപ്പോ കഴിഞ്ഞ 10-20 കൊല്ലമായിട്ട് ശരിക്ക് ഡോക്ടർ ദീപക് ചോപ്രയെ പോലെയുള്ള പ്രഗത്ഭരായ ഡോക്ടർമാര് നാഷണൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ വർക്ക് ചെയ്തിരുന്നു എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അദ്ദേഹം മനസ്സിന്റെ സ്വാധീനത്തെക്കുറിച്ച് വളരെയേറെ
സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റുമാരും പറയുന്ന രീതിയിലല്ല, കുറെ കൂടി സ്പിരിച്വലായിട്ട്, സ്പിരിറ്റ് ഓറിയന്റഡ് ആയിട്ട് ധാരാളം മെസ്സേജസ് മെഡിക്കൽ സയൻസിന്റെ ഭാഗമായിട്ട് റിസർച്ച് നടത്തിയിട്ട് ഇത് വിവരിച്ചപ്പോ ശരിക്ക് ശരീരത്തിനെ മാത്രം ചികിത്സിക്കുന്ന ഒരു സമ്പ്രദായം സ്വീകരിക്കുന്നത് തന്നെ തെറ്റാണ്. മനസ്സിനെയും ശരീരത്തിനെയും കൂടിയാണ് ചികിത്സിക്കേണ്ടത്, ശരീരത്തിന്റെ അബ്നോർമാലിറ്റി ഇല്ലാതെയാകാൻ. ഇപ്പൊ മനസ്സിന്റെ അബ്നോർമാലിറ്റി ഇല്ലാതെയാകാൻ ശരീരത്തിനെയും ചികിത്സിക്കണം, ശരീരത്തിന്റെ അബ്നോർമാലിറ്റി ഇല്ലാതെയാവാൻ മനസ്സിനെയും ചികിത്സിക്കണം. ഇങ്ങനെ രണ്ടിനെയും ചികിത്സിക്കുമ്പോൾ മാത്രമാണ് ഈ ശരീരത്തിന് നമുക്ക് ചികിത്സ കൊടുക്കുന്നു അല്ലെങ്കിൽ ആരോഗ്യം വീണ്ടെടുക്കുന്നു എന്ന് പറയാം. ശരീരത്തിന്റെ ആരോഗ്യം മാത്രമല്ല ആരോഗ്യം, മനസ്സിന്റെ ആരോഗ്യവും കൂടി ചേർന്നാലേ ആരോഗ്യവാനായ വ്യക്തി എന്ന് പറയാൻ പറ്റുള്ളൂ. ഞാൻ പണ്ട് ആയുർവേദത്തെക്കുറിച്ചൊരു വരി പറഞ്ഞിട്ടുണ്ട്. ശരിക്ക് ആരോഗ്യമുള്ള വ്യക്തി എന്ന് പറയുമ്പോൾ അയാളുടെ മനസ്സ്, ശരീരം, വീക്ഷണം, സമൂഹം എല്ലാം അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. നരോ ഹിതാഹാര വിഹാരസേവി സമീക്ഷ്യകാരി വിഷയേഷു അസക്ത ദാതാ സത്യപരാക്ഷമാവാൻ ആപ്തോപസേവി ച ഭവത്യരോഗ. ഹിതാഹാരം ശരീരത്തിനാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റിക്വയർഡ് ക്വാണ്ടിറ്റിയിലുള്ള ആഹാരം. വിഹാരം നല്ല എക്സർസൈസ്, ആവശ്യത്തിനുള്ള എക്സർസൈസ്, അനുയോജ്യമായ എക്സർസൈസ്. ഹിതാഹാര വിഹാരസേവി സമീക്ഷകാരി സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വിഷനുള്ള വ്യക്തി. വിഷയേഷു അസക്ത ഈ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന പല പല വിഷയങ്ങളോടും പരിധിക്കപ്പുറം ആസക്തിയുള്ളവനല്ലാതെയായി തീരുക. വിഷയേഷു അസക്ത ദാത മറ്റുള്ളവരുടെ വേദനകള് ഇല്ലാതെയാക്കാൻ സമൂഹത്തിൽ ഇറങ്ങി പുറപ്പെടുന്ന ആള്. സത്യപര പരമമായ സത്യം ഏതാണെന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന ആള്. ക്ഷമാവാൻ വേണ്ടതിനും വേണ്ടാത്തതിനും എക്സൈറ്റഡ് ആയിട്ട് ദേഷ്യപ്പെട്ട വികാരോജ്വലമായ ജീവിതം നയിക്കുന്നത് ഒഴിവാക്കുന്ന ആള്. സത്യപര ക്ഷമാവാൻ ആപ്തോപസേവി ച ഭവതി അരോഗ. നല്ല ശ്രേഷ്ഠന്മാരായ പണ്ഡിതന്മാര് പറയുന്നതിനനുസരിച്ച് ജീവിക്കാനുള്ള മാനസികാവസ്ഥയുള്ള വ്യക്തിയാണ് രോഗത്തിൽ നിന്ന് മോചനം നേടുന്നത്. അപ്പൊ ശരിക്ക് ഈ ന്യൂ ഏജ് തെറപ്പി എന്ന് പറയുന്ന ശരീര മനസ്സോ യോഗ പരസ്പരം അനുവ്രജേത് ആധാര ആദേയ ഭാവേന തപ്താജ്യ ഘടയോരിവ എന്ന വരി ശരീരവും മനസ്സും രണ്ടും പോസിറ്റീവായിട്ട് നിലനിർത്തിയാലേ ആരോഗ്യം ഉണ്ടാവുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. മനസ്സിനെ എത്രത്തോളം സ്റ്റെബിലൈസ്ഡ് ആയിട്ട് നിർത്താൻ സാധിക്കുമോ അത്രത്തോളം സ്റ്റെബിലൈസ്ഡ് ആയിട്ട് നിർത്താനും കൂടി സാധിക്കട്ടെ. എങ്കിലേ ശരീരത്തിന് രോഗമുണ്ടാകാത്ത അവസ്ഥ വരികയുള്ളൂ എന്ന് കൂടി അറിയാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.